Hi friends, welcome back to BioFocus. +1 ബയോളജി മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫിഫ്ത്ത് വൺ, നെയിം ദ പിഗ്മെൻറ്റ് ദാറ്റ് ഗീവ്സ് പിങ്ക് കളർ ടു റൂട്ട് നോഡ്യൂൾസ് ഓഫ് ലെഗുമിനസ് പ്ലാന്റ്സ്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ബോട്ടണിയിലെ മിനറൽ ന്യൂട്രീഷൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു പോർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് എക്സാമിന്. സോ ഇതിൻ്റെ ആൻസർ എന്താണ്? ലെഗ് ഹീമോഗ്ലോബിൻ. സോ നമുക്ക് ആ ടോപ്പിക്കിലോട്ട് പോകാം. സോ നമുക്കറിയാം ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ അവൈലബിൾ ആയിട്ടുണ്ട്. ആ നൈട്രജനെ ഫിക്സ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രോകാരിയോട്ട് സ്പീഷീസിനാണ് കഴിയുന്നത്. സോ ഈ പ്ലാന്റ്സിന് ആവശ്യമുള്ള ഈ നൈട്രജനെ അമോണിയ ആയിട്ട് മാറ്റി കഴിഞ്ഞിട്ടാണ്, അമോണിയ ആയിട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് ഈ പ്ലാന്റ്സ് എന്ത് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യുന്നത്. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയത്തില്ല, ഈ നൈട്രജനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. സോ അങ്ങനെ എന്താണ് ആ കൺവേർഷൻ്റെ ആ പ്രോസസ്സിൻ്റെ പേര്, അതായത് കൺവേർഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ ബൈ സം ലിവിങ് ഓർഗാനിസം ആർ നോൺ ആസ് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ. സോ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു എൻസൈം ഉണ്ട്, നൈട്രോജിനേസ് എൻസൈം എന്ന് പറഞ്ഞിട്ട്. ആ എൻസൈമാണ് ഈ ഒരു പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്നത്. സോ അങ്ങനെ ആ ഹെൽപ്പ് ചെയ്യുന്ന ആ മൈക്രോബ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നൈട്രജൻ ഫിക്സേഴ്സ് എന്നറിയപ്പെടുന്നത്. സോ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ നൈട്രജൻ ഫിക്സേഴ്സ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? അമോണിയയ്ക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ അതിനെയാണ് നമ്മൾ ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരുപാട് മൈക്രോബ്സ് ഉണ്ട്. എക്സാമ്പിൾ അസറ്റോബാക്ടർ, ബാസില്ലസ്, അനാബിൻ, ഇതുപോലുള്ള ഒരുപാട് മൈക്രോബ്സ് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ പഠിക്കാനായിട്ട് നമുക്ക് സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷൻ ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് നമ്മൾ പോകുന്നത്. സോ സെവറൽ ടൈപ്സിലുള്ള സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സിംഗ് അസോസിയേഷൻസ് ഒരുപാടുണ്ട്. പക്ഷേ അതിൽ പ്രോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്നത് ലെഗ്യൂം ബാക്ടീരിയ റിലേഷൻഷിപ്പാണ്. അതായത് റൈസോബിയം ബാക്ടീരിയ, അതായത് നമ്മുടെ ചില റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള റൈസോബിയം ബാക്ടീരിയ റിലേഷൻഷിപ്പ് വിത്ത് ദ റൂട്ട്സ് ഓഫ് സെവറൽ ലെഗുമിനസ് പ്ലാന്റ്സ്. അപ്പോൾ സോ ലെഗുമിനസ് പ്ലാന്റ്സിൻ്റെ റൂട്ട്സിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അതുമായിട്ട് അസോസിയേഷനിൽ വരുന്ന റൈസോബിയം ബാക്ടീരിയയുമായിട്ടുള്ള ആ ഒരു സിംബയോട്ടിക് ബയോളജിക്കൽ നൈട്രജൻ ഫിക്സേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഈ റൈസോബിയം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് നോഡ്യൂൾസ്, അതായത് നമ്മുടെ ലെഗുമിനസ് പ്ലാന്റ്സിനുമായിട്ട് അസോസിയേഷൻ ചെയ്ത് വന്നിട്ട് റൂട്ട് നോഡ്യൂൾസ് ഫോം ചെയ്യുന്നു. സോ ആ ഫോം ചെയ്യുന്ന റൂട്ട് നോഡ്യൂൾസിലാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ് പിഗ്മെൻറ്റ്സ്, പിങ്ക് കളർ പിഗ്മെൻറ്റ്സ് ആയിട്ട് കാണുന്ന ലെഗ് ഹീമോഗ്ലോബിൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ എന്താണ് നോഡ്യൂൾസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ സ്മോൾ ഔട്ട് ഗ്രോത്ത് ഓൺ ദ റൂട്ട്സിൽ കാണപ്പെടുന്ന ചെറിയ ഔട്ട് ഗ്രോത്ത് ആണ് നോഡ്യൂൾസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ റൈസോബിയം എന്ന് പറയുന്ന ലെഗുമിനസ് പ്ലാന്റ്സിൽ റൂട്ട് നോഡ്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് നോൺ ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ പയറുവർഗ്ഗ ചെടികളാണ് ലെഗുമിനസ് പ്ലാന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. സോ ഈ നോൺ ലെഗുമിനസ് പ്ലാന്റ്സ് അതിൽ എന്ത് ചെയ്യുന്നു, ഇതുപോലെ നൈട്രജൻ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ചില മൈക്രോബ്സ് ആണ് ഫ്രാങ്കിയ എന്നറിയപ്പെടുന്നത്. സോ ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞ നോഡ്യൂൾസ് നമ്മുടെ സെൻട്രൽ പോർഷനിൽ റൂട്ട്സിൽ അവിടെ എവിടെയായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു ഔട്ട് ഗ്രോത്ത് ആയിട്ട് കാണപ്പെടുന്നു. ഇതിൻ്റെ സെൻട്രൽ പോർഷനിൽ ഒരു പിങ്ക് കളർ പിഗ്മെൻറ്റ്സ് കാണപ്പെടുന്നു. സോ ആ പിങ്ക് കളർ പിഗ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലെഗ് ഹീമോഗ്ലോബിൻ ഓർ അതർവൈസ് നോൺ ആസ് ലെഗുമിനസ് ഹീമോഗ്ലോബിൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ റൈസോബിയവും അതുപോലെ തന്നെ ഫ്രാങ്കിയും എന്താണ്, ഫ്രീ ലിവിങ് ഇൻ സോയിലാണ്. സോയിൽ ഫ്രീ ആയിട്ട് കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. സോ അത് ഫിക്സ് ചെയ്യാനായിട്ട് അവർക്ക് എന്ത് വേണം? അവർക്ക് സിംബയോട്ടിക് അസോസിയേഷൻ വഴി പറ്റുള്ളൂ. അതായത് അവർക്ക് തനിയെ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ അസോസിയേഷൻ കൂടി വേണം. റൈസോബിയം ആണെങ്കിൽ ലെഗുമിനസ് പ്ലാന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നൈട്രജൻ ഫിക്സ് ചെയ്യുന്നു. എന്നാൽ ഫ്രാങ്കിയ ആണെങ്കിൽ നോൺ ലെഗുമിനസ് പ്ലാന്റ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നു? നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഈ പറയുന്ന നോഡ്യൂൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നുള്ള പ്രോസസ്സാണ് നമുക്കിനി പഠിക്കേണ്ടത്. സോ അത് കുറച്ച് സീക്വൻസ് ഓഫ് പ്രോസസ്സായിട്ടാണ് നടക്കുന്നത്. സോ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് പറയാം. ഫസ്റ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ റൈസോബിയം മൾട്ടിപ്ലൈ ആൻഡ് കോളനൈസ് ദ എപ്പിഡെർമിസ് ഓഫ് റൂട്ട്സ്. അപ്പോൾ ഫസ്റ്റ് റൈസോബിയം എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഈ പറയുന്ന റൂട്ട്സിന് ചുറ്റും സറൗണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അതിൻ്റെ എപ്പിഡെർമിസിൽ അറ്റാച്ച് ചെയ്ത്
അവിടെ ഇരിക്കുന്നു, റൂട്ട്സിൻ്റെ എപ്പിഡെർമൽ പോർഷനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ റൂട്ട് ഹെയർ സെൽസിലും അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്നു. ഇത് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ റൂട്ട് ഹെയർസ് എന്ത് ചെയ്യും, കേൾ ചെയ്യുകയും ആ ബാക്ടീരിയ അവിടെ നിന്ന് എന്ത് ചെയ്യും, ഇൻവേഡ് ചെയ്ത് ഈ റൂട്ട് ഹെയറിനകത്തുകൂടി എൻ്റർ ചെയ്യുന്നു. ആ സമയത്ത് അവിടെ ഒരു ഇൻഫെക്ഷൻ ത്രെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയ റൂട്ട്, അതായത് എപ്പിഡെർമിസിൽ നിന്നും റൂട്ടിൻ്റെ കോർട്ടിക്കൽ റീജിയൻ, അതായത് കോർട്ടെക്സിലോട്ട് എൻ്റർ ചെയ്യുന്നു. ആ പോർഷനിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, നോഡ്യൂൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നോഡ്യൂൾ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്, ഇൻ ദ കോർട്ടെക്സ് ഓഫ് ദ റൂട്ട്. അപ്പോൾ അവിടെയാണ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു, ബാക്ടീരിയ ആ ഇൻഫെക്ഷൻ ത്രെഡിൽ നിന്നും റിലീസ് ചെയ്ത് ആ സെൽസിലോട്ട് എന്ത് ചെയ്യുന്നു, റിലീസ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വിച്ച് ലീഡ്സ് ടു ദ ഡിഫറൻസിയേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് നൈട്രജൻ ഫിക്സിംഗ് സെൽ. സോ അവിടെ എന്ത് ചെയ്യുന്നു, ഈ ബാക്ടീരിയ റിലീസ് ചെയ്തതിന് ശേഷം അവിടെയാണ് എന്ത് ചെയ്യുന്നത്, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നൈട്രജൻ ഫിക്സിംഗ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നു, നോഡ്യൂൾ, ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു, നോഡ്യൂൾ ഫോം ചെയ്യുകയും ആ നോഡ്യൂൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ നോഡ്യൂളിൻ്റെ പ്രത്യേകത എന്താണ്, ദേ എസ്റ്റാബ്ലിഷ് ഡയറക്റ്റ് വാസ്കുലാർ കണക്ഷൻ വിത്ത് ദ ഹോസ്റ്റ്. അതായത് ഹോസ്റ്റുമായിട്ടൊരു ഡയറക്റ്റ് വാസ്കുലാർ കണക്ഷൻ ഫോം ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡയറക്റ്റ് വാസ്കുലാർ കണക്ഷൻ ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെ നോഡ്യൂൾസിൽ ഈ പറയുന്ന എല്ലാ ബയോകെമിക്കൽ കമ്പൗണ്ട്, നെസസറി ആയിട്ടുള്ള എല്ലാ ബയോകെമിക്കൽ കമ്പൗണ്ട്സ് ഉണ്ട്. അതായത് മെയിൻ ആയിട്ടുള്ള എൻസൈംസ്, നൈട്രോജനേസ്, അതുപോലെ തന്നെ ലെഗ് ഹീമോഗ്ലോബിനും പ്രസൻ്റ് ആയിരിക്കും. സോ ഈ എൻസൈം നൈട്രോജനേസ് നമ്മൾ നേരത്തെ പറഞ്ഞു, നൈട്രജനെ അമോണിയയ്ക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ് എൻസൈം നൈട്രോജനേസ് എന്ന് പറയുന്നത്. ഈ എൻസൈം നൈട്രോജനേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മോളിബ്ഡിനം അയൺ പ്രോട്ടീൻ, MOFE പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ വിച്ച് കാറ്റലൈസ് ദ കൺവേർഷൻ ഓഫ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻറ്റു അമോണിയ. സോ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിലാണ്. ദ എൻസൈം നൈട്രോജനേസ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു മോളിക്കുലാർ ഓക്സിജൻ ആൻഡ് നീഡ്സ് അനേറോബിക് കണ്ടീഷൻ. സോ ഇവിടെ എന്താണ്, വളരെ സെൻസിറ്റീവ് ആണ് ഓക്സിജനുമായിട്ട്. അതായത് ഓക്സിജൻ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ എൻസൈമിൻ്റെ സ്ട്രക്ചർ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ അനേറോബിക് റെസ്പിറേഷൻ, സോ ഓക്സിജൻ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്, അനേറോബിക് കണ്ടീഷനിലായിരിക്കും ഇത് പ്രോസസ്സ് നടക്കുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള മോളിക്കുലാർ ഓക്സിജനുമായിട്ട് എന്താണ്, സെൻസിറ്റീവ് ആണ് നൈട്രോജനേസ്. സോ അതിനെ ഈ എൻസൈമിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ നോഡ്യൂൾസിനകത്തൊരു എൻസൈം ഉണ്ട്, നോഡ്യൂൾസിനകത്തൊരു ഓക്സിജൻ സ്കാവഞ്ചർ എന്നറിയപ്പെടുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ലെഗ് ഹീമോഗ്ലോബിൻ പ്രസൻ്റ് ആയിട്ടുള്ളത്. സോ ലെഗ് ഹീമോഗ്ലോബിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ടു പ്രൊട്ടക്ട് ദ എൻസൈം നൈട്രോജനേസ് ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി സെൻസിറ്റീവ് ടു മോളിക്കുലാർ ഓക്സിജൻ. സോ ഇറ്റ് ആക്ട് ആസ് ആൻ ഓക്സിജൻ സ്കാവഞ്ചർ. ഓക്സിജൻ സ്കാവഞ്ചർ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുന്നത്, ദ ലെഗ് ഹീമോഗ്ലോബിൻ ആക്ട് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നിങ്ങൾ ഈ ടോപ്പിക്കിൽ നിന്നും പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് മോഡൽ എക്സാം ക്വസ്റ്റ്യനിലോട്ട് പോകാം. 6th ക്വസ്റ്റ്യൻ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഇൻ റൈസോഫോറ എ സെർട്ടൈൻ റൂട്ട് ഗ്രോ വെർട്ടിക്കലി ഫോർ ബ്രീതിങ്, സച്ച് റൂട്ട്സ് ആർ കോൾഡ്. നിങ്ങൾക്ക് അറിയാവുന്നുള്ളത് തന്നെയാണ്, ഏതാണ്, ന്യൂമാറ്റോഫോഴ്സ്. സോ ഇത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ്, അതുപോലെ തന്നെ വീഡിയോ ക്ലാസ് നമ്മൾ മുൻപ് ഒരു വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നടത്തിയിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടത് ആ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. 7th one, complete the table with appropriate terms. സോ തന്നിരിക്കുന്നത് ചോദിച്ചിരിക്കുന്ന ഏത് ക്വസ്റ്റ്യൻ ആണ്, നമ്മുടെ പ്ലാൻ കിങ്ഡം എന്ന ചാപ്റ്ററിൽ ആൽഗയുടെ ക്ലാസിഫിക്കേഷൻ്റെ ടേബിളാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേബിളാണ്. നമ്മൾ ഒരുപാട് പ്രീവിയസ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനിയും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തുള്ള ഓരോ ഇതും പഠിക്കുക. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മളൊരു ക്ലാസ്, ഒരു വീഡിയോ ഇത് ചെയ്തിട്ടുണ്ട്. ഈ ചാപ്റ്ററിന് പ്ലാൻ കിങ്ഡം ചാപ്റ്റർ ചെയ്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ നോട്ട്സും എല്ലാം അതിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആ ക്ലാസ് നിങ്ങൾ പോയി നന്നായിട്ട് പഠിക്കുക. അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളതേ ഉള്ളൂ.